നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. ഫുട്ബോൾ ലഹരിയാണ്. കുഞ്ഞലവി മാസ്റ്ററുടെ വീട് ഇനി സോക്കർ മെൻസിൽ. ലോകകപ്പ് മത്സരം വരാനിരിക്കെ കുഞ്ഞലവി മാസ്റ്ററുടെ ഫുട്ബോൾ കമ്പത്തെക്കുറിച്ച് നാട്ടുകൾ വിഷൻ തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഒരു ലോക ഫുട്ബോൾ മത്സരം കൂടി വരാനിരിക്കെ ഫുട്ബോളിൻ്റെ അലയടികൾ നിറഞ്ഞ നാടും നഗരവും വീടും ഒരുങ്ങിയിരിക്കെ ഫുട്ബോൾ കളിയോടുള്ള അമിതമായ ആവേശമൂത്ത് സ്വന്തം വീടിൻ്റെ പേര് സോക്കർ മൻസിൽ എന്നാക്കിയ അധ്യാപകനുണ്ട് തച്ചനാട്ടുകരയിൽ. കുണ്ടൂർക്കുന്ന് സ്വദേശിയും കുണ്ടൂർക്കുന്ന് VIP സ്കൂൾ റിട്ടയർഡ് അധ്യാപകനും കോച്ചും റഫറിയുമായ പാലുള്ളിയിൽ കുഞ്ഞലവി മാസ്റ്ററാണ് ഈ ഫുട്ബോൾ സ്നേഹി. ലോക ഫുട്ബോൾ താരം മറഡോണയുടെ കടുത്ത ആരാധകനായ കുഞ്ഞലവി മാസ്റ്റർ അർജൻറ്റീന ഇക്കൊല്ലം കപ്പടിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. തൻ്റെ വീടിനെ തുടർന്നങ്ങോട്ട് ഫുട്ബോളിൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാണ് കുഞ്ഞലവി മാസ്റ്റർ പാലുള്ളി വീട് എന്നതിന് പകരം സോക്കർ മൻസിൽ എന്നാക്കി മാറ്റിയത്. കളിയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. വീടിൻ്റെ പേര് മാത്രമല്ല, മുൻവശത്തെ പ്രധാന വാതിലിന് യഥാർത്ഥ ഫുട്ബോളിൻ്റെ വലുപ്പത്തിലുള്ള നിരവധി ചിഹ്നങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. 1986 ലോകകപ്പിൽ മറഡോണ കളിച്ച ഫുട്ബോളിൻ്റെ അതേ വലുപ്പവും നിറവുമാണ് വാതിലിലെ ഫുട്ബോളിനുമുള്ളത്. വാതിലും ചുമരുമെല്ലാം ഫുട്ബോൾ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി തൻ്റെ വീടിൻ്റെ പെയിൻറ്റ് പോലും മാറ്റാനുള്ള തിടുക്കത്തിലാണ് കുഞ്ഞലവി മാസ്റ്റർ. ഏതൊരു നാട്ടിലെ ഫുട്ബോൾ കളിക്കാരൻ്റെ മനസ്സിലും മായാത്ത വ്യക്തിയാണ് കുഞ്ഞലവി മാസ്റ്റർ. ജില്ലയിലുടനീളം ഫുട്ബോൾ മേളകളിലും ക്യാമ്പുകളിലും സജീവവുമാണ്. അറബി ഭാഷയിലാണ് വിദ്യാലയത്തിൽ അധ്യാപനം നടത്തിയിരുന്നുവെങ്കിലും ഫുട്ബോൾ കളിയോടുള്ള അമിതമായ ആവേശമാണ് ഒരു വലിയ കളിക്കമ്പക്കാരനായി മാറ്റാൻ സാധിച്ചതെന്നും കുട്ടികളിലേക്ക് എത്തിക്കാൻ അതിന് കഴിഞ്ഞു. വിദ്യാലയത്തിലെ ആദ്യകാല സ്കൗട്ട് അധ്യാപകൻ കൂടിയായിരുന്നു കുഞ്ഞലവി മാസ്റ്റർ. അംഗീകൃത ഫുട്ബോൾ റഫറി കൂടിയായ കുഞ്ഞലവി മാസ്റ്റർ കഴിഞ്ഞ 40 വർഷമായി ഫുട്ബോളിൻ്റെ കൂടെയുണ്ട്. IM വിജയൻ പോലെയുള്ള കളിക്കാരുടെ കളികൾ നിയന്ത്രിക്കാനുള്ള അവസരവും കുഞ്ഞലവി മാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പുലർച്ചെയാണ് ടെലിവിഷനിൽ കളികൾ കണ്ടിരുന്നത്. വീടിനടുത്ത് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ പോയി ലോക ഫുട്ബോൾ മത്സരം കണ്ടിരുന്ന കാലവും കുഞ്ഞലവി മാസ്റ്റർ ഓർത്തു പറഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്കായി സൗജന്യ പരിശീലനം നൽകുന്നുണ്ട്. ഫുട്ബോൾ താരമായ മകൻ അനസ് ആൽക്കമി ഇൻ്റർനാഷണൽ ഫുട്ബോൾ അക്കാഡമിയിൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. മറ്റു മക്കളായ ആഷിഖ്, ആദിൽ സുലാഹ് എന്നിവരും ഫുട്ബോൾ താരങ്ങളുമാണ്. 2000 സുബ്രതോ കപ്പിൽ റണ്ണറപ്പായ മലപ്പുറം MSPക്ക് വേണ്ടി ഇളയ മകൻ അനസും കളിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നാട്ടുകൾ വിഷൻ. എന്തായാലും നമ്മളൊരു ഫുട്ബോൾ ആരവത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ. 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന വേൾഡ് കപ്പ് അമേരിക്കയിൽ ജൂൺ ആദ്യവാരം ആരംഭിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 86 മെക്സിക്കോ വേൾഡ് കപ്പാണ്. ആ മെക്സിക്കോ വേൾഡ് കപ്പിനോളം ത്രില്ലടിച്ച ഒരു ടൂർണമെന്റ് ഉണ്ടായിട്ടുണ്ടോ സംശയം. കാരണം ലോക താരമായ എല്ലാവരും നെഞ്ചേറ്റുന്ന മറഡോണ തിമിർത്താടിയ ഒരു മത്സരമായിരുന്നു അത്. ഫൈനലിൽ ഇപ്പോഴും ഓർക്കുന്നു, ജർമ്മനിയും അർജന്റീനയും 3 ഗോളിന് അർജന്റീന ലീഡായിരുന്നു. കളി തീരാൻ 3 മിനിറ്റ് ഉള്ളപ്പോൾ 2 കോർണർ കിക്ക് കിട്ടി. ജർമ്മനി കാൾസ് റുമനിഗെ ഹെഡറിലൂടെ 2 ഗോളും തിരിച്ചു. ഈ ഒരു കോർണർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഫലം മാറി മറിഞ്ഞേനെ. മുള്ളിൽ നിന്ന് കണ്ട മറഡോണയുടെ ഏറ്റവും ഇന്ദ്രജാല പ്രകടനങ്ങൾ കണ്ട ഒരു ടൂർണമെന്റാണ്.
അന്ന് മറഡോണയെ 18 പ്രാവശ്യമാണ് ഫൗൾ ചെയ്തത്. അപ്പോൾ ആ ഓർമ്മകൾ, അന്ന് ഞങ്ങൾക്ക് നാട്ടിലൊന്നും ടി വി ഇല്ല. 5 കിലോമീറ്റർ ദൂരെ പാലോട്ടിലും കോട്ടപ്പുറത്തൊക്കെ പോയിട്ടാണ് കളി കണ്ടിരുന്നത്. കുട്ടമാഷയുടെ വീട്ടിലാണ് ടി വി, അന്ന് കളർ ടി വി ഉള്ളത്. പുലർച്ചെ 2:30 മണിക്കാണ് കളി. ആലോചിച്ച് നോക്കണം, പുലർച്ചെ 2:30 മണിക്ക് കളിക്ക് പോകണമെങ്കിൽ 4-5 കിലോമീറ്റർ ദൂരെ നടന്നെത്തണമെങ്കിൽ മഴയും കുടയില്ലാതെ. എന്നാലും ഫുട്ബോൾ എന്ന ഒരു ആവേശം നെഞ്ചിലേറ്റി. അങ്ങനെ ഒരു ആവേശം വരികയാണ്. ഇന്ത്യയിൽ വേൾഡ് കപ്പ് കാണാൻ പറ്റുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അതൊക്കെ മാറി, വളരെ സന്തോഷം. ഫുട്ബോളിൻ്റെ സ്റ്റൈൽ തന്നെ മാറി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. മറഡോണ കളിച്ച ആ സ്റ്റൈലല്ല ഇപ്പോൾ മെസ്സിയും റൊണാൾഡോയും കളിക്കുന്ന സ്റ്റൈല്. എന്നാലും ഫുട്ബോൾ എല്ലാവർക്കും ഒരു ആവേശമാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചോളം തുടക്കം മുതൽ തന്നെ ഫുട്ബോൾ കളിക്കുകയും കളി കഴിഞ്ഞ് ഫുട്ബോൾ റഫറിങ്ങിലേക്ക് തിരിയുകയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കോച്ചിങ് ലൈസൻസ് എടുക്കുകയും ഫുട്ബോൾ പരിശീലനവുമായി 40 വർഷമായി ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ഇന്ന് നിലവിലുള്ള ലെജൻഡുകളായ IM വിജയൻ, U ഷറഫ് അലി, ജോപോൾ അഞ്ചേരി, ആസിഫ് സയീർ, ഹക്കീം തുടങ്ങി അറിയപ്പെടുന്ന എല്ലാ കളിക്കാരുടെ മത്സരങ്ങളും നിയന്ത്രിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. ഞാനതൊരു ഭാഗ്യമായി കരുതുന്നു. ഏറെ സങ്കടം, ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്റ്റോപ്പർ ബാക്കായിരുന്ന VP സത്യൻ അകാലത്തിൽ മരണപ്പെട്ടു പോയി. സത്യേട്ടൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഗെയിമും അതൊരു വേറൊരു. സത്യൻ, ഷറഫ് അലി, വിജയൻ, പാപ്പച്ചൻ, അതൊരു ജോഡിയായിരുന്നു. എന്തായാലും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ആവേശമുണ്ട്. ധാരാളം ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുകളുണ്ട്. ഞാനിപ്പോൾ ഒരു IFA ഫുട്ബോൾ അക്കാദമിയുടെ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. കുട്ടികൾക്ക് ക്യാമ്പ് എടുത്തു കൊടുക്കാൻ താല്പര്യമാണ്. ഇപ്പോഴും മത്സരങ്ങൾ, അഖിലേന്ത്യാ മത്സരം നിയന്ത്രിക്കാൻ പോകാറുണ്ട്. ഈ സീസണിലും മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്നു. എന്തായാലും നമ്മുടെ ലഹരിയുമായി, ഈ ലഹരി എന്ന ക്യാൻസർ നമ്മുടെ യുവത്വത്തെ പിടിച്ചു മുറുക്കുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏക മാർഗം സ്പോർട്സ് മാത്രമാണ്, ഗെയിംസ്. അതുകൊണ്ട് എല്ലാവരും ഫുട്ബോളിലേക്കോ ക്രിക്കറ്റിലേക്കോ അത്ലറ്റിക്സിലേക്കോ തിരിയണം എന്നാണ് പുതിയ തലമുറയോട് പറയാനുള്ളത്. അതിനുള്ളൊരു സ്വന്തമായ പരിശ്രമമാണ് കോച്ചിങ്ങിലും ഇതിലൊക്കെ ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ കുട്ടികൾ 3 പേരും കളിക്കാരായിരുന്നു. അനസ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് MSPക്ക് വേണ്ടി ഉക്രൈനിലെതിരിൽ കളിച്ചു, റണ്ണറപ്പായി. അവനിപ്പോൾ സ്പോർട്സ് സ്പെഷ്യലൈസ്ഡ് ഫിസിയോ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ അക്കാദമി, ഇന്ത്യയിലെ 4th റാങ്കുള്ള അക്കാദമിയാണ് ആൽക്കമി, അതിൻ്റെ ഫിസിയോ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. വീട്ടിൽ എന്താന്ന് പറഞ്ഞാൽ, വീട്ടിൽ കളി അതൊരു ഹരാണ്. ഇപ്പോൾ കളിക്കൊക്കെ പോകുമ്പോൾ ഭാര്യയും അതിന്, മൈമുന, വളരെ സപ്പോർട്ടാണ്. കളി കഴിഞ്ഞ് വൈകി വരുമ്പോഴൊന്നും പ്രയാസങ്ങളില്ല. എല്ലാ നിലയ്ക്കും സന്തോഷമാണ്.